ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇഫ്താറിന് വേണ്ടി തയ്യാറാക്കിയ ഡ്രിങ്കാണ് കേട്ടോ. ഗ്രേപ്പ് ജ്യൂസാണ്. 2 ആഴ്ചയോളം ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും നമുക്ക് ഈ ജ്യൂസ്. അതുപോലെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളപ്പോൾ മാത്രം കുറച്ച് എടുത്ത് നമ്മൾ സ്ക്വാഷ് ഉപയോഗിക്കത്തില്ലേ, അതേപോലെ എടുത്ത് വെള്ളം ചേർത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കുന്ന റോസ് മുന്തിരിയാണ് കേട്ടോ. ഇത് ഞാൻ കഴുകുന്നതിന് മുമ്പായിട്ട് വെള്ളത്തിൽ മുക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഇതേപോലെ മുക്കി വെക്കണം. കാരണം മുന്തിരിയിൽ ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഉള്ളതാണ്. കാരണം ഈ നമ്മുടെ പൂവായിരിക്കുമ്പോൾ തന്നെ മരുന്നടിക്കാൻ തുടങ്ങും. പൂവായി പിന്നെ കായായി കഴിയുമ്പോഴും മരുന്നടിക്കും. കിളികളൊന്നും കൊത്തി തിന്നാതിരിക്കാൻ വേണ്ടി. കർഷകരല്ലേ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ഇതേപോലെ കഴുകി വൃത്തിയാക്കി വേണം ഉപയോഗിക്കാൻ. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതേപോലെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് മുക്കി വെക്കാൻ നോക്കണം. അതേപോലെ തന്നെ മുക്കി വെക്കുന്ന സമയത്ത് തണ്ടിൽ നിന്നും മുന്തിരിയൊന്നും അടർത്തി മാറ്റരുത്. കാരണം അതിലൂടെ ഈ വിഷാംശങ്ങളെല്ലാം ഉള്ളിൽ ചെല്ലും. ഞാനിപ്പം മൊത്തം കഴുകി എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല വെള്ളത്തിലെല്ലാം കഴുകി വൃത്തിയാക്കി തണ്ടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിത് കുക്കറിലേക്ക് ഇടുകയാണ്. കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ്. കുക്കറിനകത്തല്ലാതെ നമുക്ക് സാധാ അടി കട്ടിയുള്ള പാത്രത്തിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. സാധാ പാത്രത്തിലാവുമ്പോൾ ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ കുക്കറിനകത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യം സാധിക്കും. ഒറ്റ വീസിലിൽ തന്നെ നമുക്ക് ഇത് വെന്ത് കിട്ടും. നോമ്പ് കാലമല്ലേ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫുഡൊക്കെ തയ്യാറാക്കണം. അതിന് വേണ്ടിയാണ്, എളുപ്പത്തിന് വേണ്ടിയാണ് ഈ കുക്കറിലേക്ക് ഇട്ടത്. ഈ നോമ്പ് സമയം ആയതുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. തൊണ്ട എപ്പോഴും വരണ്ടിരിക്കും. വോയിസ് ഒന്നും ക്ലിയർ ആവത്തില്ല. അതുപോലെ പറയുന്നതൊന്നും തിരിയത്തില്ല. പലതവണ ഇത് ഡിലീറ്റ് ചെയ്ത് വോയിസ് കൊടുത്തു, ഡിലീറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം സാധാരണ ഞാൻ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ടാണ് 1.5 കപ്പ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പ് വരെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുന്തിരി മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുന്തിരി കിടക്കുന്ന ലെവലുണ്ടല്ലോ, ആ ലെവൽ വരെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിൽ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് കുക്കറിൽ നിന്ന് തെറിക്കും, വെള്ളം തെറിക്കും. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഏകദേശം 1 വിസിൽ. ഇതിൽ 1 വിസിൽ വന്നാൽ മതി, നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം എത്ര വിസിൽ വേണമെന്ന്. അപ്പോൾ എനിക്ക് ഒറ്റ വിസിലുണ്ട്, ഇതിന് വെന്ത് കിട്ടും. അപ്പോൾ ഇവിടെ നന്നായിട്ട് മുന്തിരി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ആറാൻ വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇത് ഞാൻ ആറാൻ വേണ്ടി കുറച്ച് നേരം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ആറിയതിന് ശേഷമാണ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് മാറ്റിയേക്കുന്നത്. ഇപ്പോൾ ജാറിലിട്ട് അരയ്ക്കാതെ തന്നെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടിയെടുത്ത് അരിച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ കുറച്ച് കൊഴുപ്പ് കിട്ടട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ അരച്ചെടുക്കുന്നത്. മിക്സിയിലിട്ട് അരയ്ക്കുന്ന സമയത്ത് ആ വെള്ളത്തോടൊപ്പം തന്നെ മുന്തിരിയും ഇട്ട് അരയ്ക്കാൻ നോക്കുക, അല്ലെങ്കിൽ കുരു അങ്ങ് അരഞ്ഞു പോകും. കുരു അരഞ്ഞു കഴിഞ്ഞാൽ കയ്പ്പ് വരും. അപ്പം വെള്ളത്തോടിട്ട് അരയ്ക്കുമ്പം കുരു അരയത്തില്ല, അത് അടിഞ്ഞ് മിക്സിയുടെ ജാറിൻ്റെ അടിയിൽ തന്നെ കിടന്നോളും. ഇത് അരിപ്പ ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം ജ്യൂസ് നന്നായിട്ട് ഞാൻ അരിച്ച് എടുത്തിട്ടുണ്ട്. ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് വെള്ളം ചേർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത് ഏറെക്കാലം ഇരുന്നോളും. ഏറെക്കാലം വെച്ചാൽ 2 ആഴ്ചയോളം ഇത് ഇരുന്നോളും കേട്ടോ. ഞാനൊരു ജാറിലേക്ക് മാറ്റുകയാണ്. ഇത് സാധാരണ ഞാൻ നോയമ്പ് മുറിക്കാൻ നേരം ജ്യൂസ് ഒഴിച്ച് വെക്കുന്ന ജാറാണ്. ഈ ജാർ നിറച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പം നമ്മൾ മുന്തിരിയൊക്കെ വില കുറച്ച് കിട്ടുന്ന സമയത്ത് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെച്ചാൽ മുന്തിരി കേടാവത്തുമില്ല. അതേപോലെ വിരുന്നുകാരൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്ക് എടുത്ത് കൊടുക്കാനും പറ്റും. ഇനി ഞാൻ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. ഈ പകുതി ഗ്ലാസ് വിധേയം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കാരണം നല്ല തിക്കാണ്. നമ്മളിത് വെള്ളം ചേർത്ത് വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ ഈ തിക്കായിട്ട് നമുക്ക് കുടിക്കാൻ തോന്നത്തില്ല. കുറച്ച് ലൂസായിട്ട് ഇരുന്നാലും നമുക്കിത് കുടിക്കാനും തോന്നത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ സോഡയോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അധികം തണുക്കാത്ത വെള്ളമാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചത് തന്നെയാണ്, പക്ഷേ അധികം തണുത്തിട്ടില്ല. എനിക്ക് ജലദോഷം ഉണ്ടാവും നല്ല തണുത്ത് കഴിക്കുവാണെങ്കിൽ. പക്ഷേ ടേസ്റ്റ് കിട്ടുന്നത് ഈ സോഡ ഒഴിച്ച് കുടിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ സോഡ ഇല്ലാത്തതുകൊണ്ട് സാധാ വെള്ളം ഒഴിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പം ഓക്കെ, താങ്ക് യു.